ഹായ് ഹലോ. ഞാനിന്ന് ദോശയാണോ ഉണ്ടാക്കണതെന്ന് ചോദിക്കണ്ട കേട്ടോ. ദോശയാണ്. പക്ഷേ ദോശയ്ക്ക് കഴിക്കാനായിട്ട് ഒരു 2-3 ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തേത് നമ്മൾ ചമ്മന്തി പൊടിയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഉഴുന്ന്, അതിൻ്റെ കൂടെ മുളകും അല്പം മുളക് പൊടിയാകാം കേട്ടോ. പിന്നെ കുരുമുളക്, കായപ്പൊടി, കരിവേപ്പില, ഇതെല്ലാം കൂടെ നമ്മൾ ചൂടാക്കുമ്പോൾ പൊടികൾ പിന്നെ ചേർത്താൽ മതി. പക്ഷേ ബാക്കിയുള്ളത് ആദ്യമായിട്ട് നമ്മൾ ചൂടാക്കി ഒരു ബ്രൗൺ കളറാവുമല്ലോ, അതായത് കടിച്ച പൊട്ടുന്ന ഇതാകുന്ന ആ സമയം വരെ നമ്മൾ ചൂടാക്കിയതിന് ശേഷം ഈ പൊടികളും കൂടെ ആഡ് ചെയ്ത് ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഉപ്പ് കൂടെ ചേർത്ത് വെളിച്ചെണ്ണ ചേർത്ത് കഴിക്കാനായിട്ട് ഇത് സൂപ്പറാണ് കേട്ടോ. അടിപൊളിയൊരു ചമ്മന്തിപ്പൊടിയാണിത്. പിന്നെ ഉള്ളത് രണ്ടാമത്തത് നമുക്കറിയാമല്ലോ, നമ്മുടെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞ് നല്ല വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് മുളക് പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് നല്ല സൂപ്പർ അടുത്ത ചമ്മന്തിയും റെഡിയായി. ഇനിയുള്ളത് നമ്മുടെ തേങ്ങാ ചമ്മന്തിയാണ്. തേങ്ങാ ചമ്മന്തി അരയ്ക്കാൻ എല്ലാവർക്കും അറിയാം അല്ലേ. തേങ്ങാ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒരല്പം മുളക് പൊടിയും, ഒരു ഉള്ളിയും, ഒരു കരിവേപ്പിലയും, ഒരു ഇഞ്ചിയും, പച്ചമുളകും ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ച് കടുക് വറുത്ത് എടുത്തു കഴിഞ്ഞാൽ 3 ചമ്മന്തി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചിലർക്ക് ചമ്മന്തിയൊന്നുമല്ല, ചിലർക്ക് സാമ്പാറായിരിക്കും ഇഷ്ടം കേട്ടോ. സാമ്പാർ വയ്ക്കുന്ന വേറൊരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഓക്കെ. സാമ്പാർ വയ്ക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ എല്ലായിടത്തെയും ടേസ്റ്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. എല്ലാവരുടെയും ടേസ്റ്റ് ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സാമ്പാർ വയ്ക്കണേന്നായിട്ട് അടുത്ത ദിവസം വരാം.